വളരെ വൈകാരികമായ നിമിഷം തന്നെയാണ്. കാരണം 5 വർഷം മുമ്പ് പ്രവാസ ലോകത്തേക്ക് ജീവിതം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഷമീറും ഒപ്പം തന്നെ ഷമീറിന്റെ കൂട്ടുകാരൻ കൂടിയായിട്ടുള്ള നജീബ് കൂടി പോയത്. ഞാനിപ്പോൾ ഉള്ളത് അത്ഭുതകരമായി ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട നജീബിന്റെ വസതിയിലാണ്. നജീബിന്റെ പിതാവ് എന്നോടൊപ്പം ചേരുന്നുണ്ട്, ജലാലുദ്ദീൻ. എങ്ങനെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായെന്ന് മകനെ വിളിച്ചിരുന്നോ? മകൻ എന്താണ് പറയുന്നത്? മകനെ വിളിച്ചായിരുന്നു. മകൻ വിളിച്ചാണ് അറിയിച്ചത്. മകൻ വിളിച്ച് രണ്ടാമത്തെ അനിയനെ വിളിച്ചു പറഞ്ഞു. അനിയൻ അപ്പോഴെ എന്നെ വിളിച്ചു വിവരം പറഞ്ഞു. പപ്പ ഇതിലെ സംഭവം ഉണ്ടായിട്ടുണ്ട്, ഷമീർ മരിച്ചുപോയി, ജനലിലെ കൂടെ രജിസ്റ്ററുണ്ട്, താഴെ ചാടി, കാലിനൊടുകൊണ്ട്, എല്ലാം ചതുകൊണ്ട്, ഗ്ലാസ് പൊട്ടിച്ച് കൈക്ക് മുറിവുണ്ട്, ഇവ തീരെ വയ്യ, അങ്ങനെ റിപ്പോർട്ട് വന്നത്. ഈ സംഭവം ഉണ്ടായതിനെ തുടർന്ന് രണ്ടുപേരും ഒരു റൂമിലായിരുന്നോ താമസിക്കുന്നത്? അല്ല, താഴെയും മേളിലുമായിട്ട്. എന്റെ മോൻ രണ്ടാമത്തെ നിലയിലും അവൻ മൂന്നാമത്തെ നിലയിലുമായിരുന്നു. അങ്ങനെ മോൻ പറഞ്ഞത്. അങ്ങനെ സംഭവങ്ങൾ നടന്നു. അത്രയും ഉള്ളു. പിന്നെ കുഞ്ഞു ചാടിയിപ്പം വന്നു, കൈയും കാലും ആയിട്ടുള്ള പ്രശ്നങ്ങളും തലയ്ക്കൊന്നും തല പൊട്ടലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ടു. രണ്ടാം നിലയിൽ നജീബും മൂന്നാം നിലയിലായിരുന്നല്ലേ? മൂന്നാം നിലയിലായിരുന്നു മറ്റേ പയ്യൻ. അങ്ങനെ അവൻ ഒരു ചാടിയതാണോ അതോ മറ്റോ അറിയത്തില്ല, അങ്ങനെയൊന്നും അറിയത്തില്ല. നജീമ് മൊബൈലെടുത്തോട്ടാ ചാടിയത്. അങ്ങനെ ഫോൺ ചെയ്തപ്പോൾ ഇവനെ കിട്ടുന്നില്ല. അപ്പോൾ അവനെന്തോ മനസ്സിലായി, ആള് ആയിപ്പോയെന്നുള്ള മനസ്സിലായി. പിന്നെ വിവരം അറിഞ്ഞപ്പോഴാണ് അവൻ ആ വിവരം അറിയിക്കുന്നത്, നാട്ടിലിട്ടു ഫസ്റ്റായിട്ട് അറിയിക്കുന്നത്. ആ സമയത്ത് ഈ പുകയാലെ മൂടിപ്പോയി. അപ്പൊ എന്റെ മോന്റെ കഥവിന് ആരോ വന്ന് തട്ടിപ്പോണ്ട് തീയും പുകയായിട്ടാണ് കയറി വരുന്നത്. അവൻ ഡോർ അടച്ചിട്ട് ജനലിന്റെ കൂടെ പിന്നെ അടുത്ത റൂമിനകത്ത് വേറെ ബംഗാളികളുണ്ടായിരുന്നു, UP-ക്കാര് ബംഗാളികളുണ്ടായിരുന്നു. അവരെയും രക്ഷപ്പെടുത്തി, ചാടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവരെയും രക്ഷപ്പെടുത്തി, രക്ഷപ്പെട്ടു. ഫോണിൽ വിളിച്ചിട്ട് അപ്പം ഷമീറിനെ വിളിച്ചപ്പോ കിട്ടിയില്ലല്ലേ? കിട്ടിയില്ല. ഷമീറിനെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല. കിട്ടാത്തതുകൊണ്ടാണ് ഓക്കെ എന്നുള്ള ഇതായി. പിന്നെ വിവരം അറിഞ്ഞത്. ഇപ്പൊ എങ്ങനെയുണ്ട് നജീബിന്റെ ആരോഗ്യസ്ഥിതി? ക്ഷീണതനാ, ഭയങ്കര ക്ഷീണതനാ. അങ്ങോട്ട് വിളിച്ച എന്തെങ്കിലും എന്ന് പറയും, വീണ്ടും അത്രേ ഉള്ളൂ. കാലിന് കുഴപ്പമുണ്ട്, കൈക്ക് കുഴപ്പമുണ്ട്, ചതുകൊണ്ട് എല്ലാം ഉണ്ട്. ഈ രണ്ടാം നിലയിൽ നിന്ന് ജനൽ വഴി പുറത്തോട്ട് ചാടിയത്. പിന്നീട് അവിടെ എല്ലാ സഹായങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ടെന്ന് പറഞ്ഞ എല്ലാ ചികിത്സ എല്ലാം കറക്റ്റായിട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ എവിടെയാണ്? ഹോസ്പിറ്റലാണോ അതോ? അല്ല, ഇപ്പൊ ഹോസ്പിറ്റലല്ല, ഇപ്പൊ അവിടുത്തെ റൂമിലോട്ട് മാറ്റി. റൂമിലാ, വേറെ റൂം അവർ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ആ റൂമിലാ നോക്കാൻ ആളുണ്ട്. നമ്മുടെ പയ്യന്മാരുണ്ട് അവിടെ. ഇവർ രണ്ടും ഒരുമിച്ചായിരുന്നല്ലേ വർക്ക് ചെയ്യുന്നത് കാലകാലങ്ങളായിട്ട്? ഒരുമിച്ചാ വർക്ക് ചെയ്യുന്നത്. രണ്ടുപേരും ഡ്രൈവർമാരാ. അവൻ ഡ്രൈവർ, ഇവൻ ഡ്രൈവറാ. എന്നാണ് ഇത് അവസാനമായി വന്നിട്ട് പോയത്? 10 മാസമായി. അവസാനമായിട്ട് വന്നിട്ട് പോയിട്ട് 10 മാസമായി. അവൻ പോയിട്ട് 8 മാസമായി.